ഇതാണ് നമ്മുടെ അടുക്ക് ചെമ്പരത്തി. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകുവാൻ ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇവയെ കൂടാതെ വേറെ ചെമ്പരത്തിയും എനിക്കുണ്ട്. ഇതിനെ കൂടാതെ വേറെ 2 ചെമ്പരത്തിയും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തി. ഇതിൽ നേരത്തെ നിറയെ പൂക്കളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂക്കൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ചുവട്ടിലെ പില്ലൊക്കെ പറിച്ച് കളയുന്നു. ഇതിൽ കുറച്ച് മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇവയെ കൂടാതെ ഞാൻ മറ്റൊരു ചെമ്പരത്തി തറയിൽ നട്ടിട്ടുണ്ട്. അത് കുറച്ച് ദിവസമേ ആയുള്ളൂ നട്ടിട്ട്. അതിൽ മൊട്ടുകളൊന്നും വന്നിട്ടില്ല. ഈ ചെടിയിൽ ചെറുതായി വെള്ളക്കുത്തുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ചെമ്പരത്തിയെക്കാട്ടി ഈ ഹൈബ്രിഡ് ചെമ്പരത്തിയിലാണ് ഫംഗൽ ബാധയൊക്കെ കൂടുതലും കാണാറുള്ളത്. ഇതിൽ ചെറിയ ഒരു കുത്ത് പോലെയാണ് കാണുന്നത്. ഇതുപോലെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. 2-3 ദിവസം വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇല്ലാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഏത് ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇവിടെ കുറച്ച് ചാണകം എടുത്തു വച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കി പൊടിച്ച മുട്ടയുടെ തോടാണ്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് കൂടി ചെയ്യുക. എല്ലാവരുടെ വീട്ടിലും കാണും നാടൻ ചെമ്പരത്തി. ഹൈബ്രിഡ് ചെമ്പരത്തി ഏതൊക്കെ കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഈ ചെടിയുടെ ചുവട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഈ വളം ഇതിൽ ഇട്ട് കൊടുക്കാം. ചെടിയുടെ ചുവട്ടിലെ കാടുകളൊക്കെ നന്നായി എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് കാട് പിടിച്ചെടുക്കുകയും അത് നന്നായി വളരുകയും ചെടി ശോഷിക്കുകയും ചെയ്യും. ഇനി മണ്ണും വളവും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വളം ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി നന്നായി നനച്ച് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോഴേക്ക് പൂക്കളൊക്കെ വാടിക്കഴിഞ്ഞിരുന്നു.